നല്ല പൊരി വെയിലത്ത് നിന്ന് AC റൂമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫീലില്ലേ, അതേ ഫീലായിരിക്കും നാളെ മഹ്ശറയിൽ ഒരു ചാണ് മുകളിൽ സൂര്യൻ നിൽക്കുന്ന സമയത്ത് അർശിൻ്റെ തണൽ കിട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത്. ഈ അർശിൻ്റെ തണൽ കിട്ടുന്ന 7 വിഭാഗം ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയ ഒരു വിഭാഗം ആളുകളാണ് ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് ദാനം ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത്. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് അയാൾ അത്രയും സീക്രട്ടായിട്ട് അയാൾ ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അർശിൻ്റെ തണൽ നാളെ കിട്ടുന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്ന ചാരിറ്റികളൊക്കെ നമ്മളെടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് സ്റ്റാറ്റസ് ഇട്ട് സ്റ്റോറി ഇട്ട് നാലാൾ അറിയിച്ച് അതിന് കുറേ റീച്ച് ഉണ്ടാക്കാൻ നോക്കില്ലേ, എങ്കിലും നമ്മൾ കളഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലത്തെയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു തമ്മിൽ മത്സരം വെച്ച ഒരു കഥ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നബി തങ്ങൾ ദീനിന് വേണ്ടി ധർമ്മം ചെയ്യാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു കരുതി എപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് വിജയിക്കുക, അതുകൊണ്ട് ഇപ്രാവശ്യമെങ്കിലും എനിക്ക് വിജയിക്കണം എന്ന് വിചാരിച്ചു ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ കയ്യിലുള്ള പകുതി സ്വത്തും ദീനിന് വേണ്ടി ദാനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നെന്നുള്ളതാണ്. പക്ഷേ അബൂബക്കർ തങ്ങൾ കൊണ്ടുവന്നത് ജസ്റ്റ് ഒരു പുതപ്പ് മാത്രമായിരുന്നു. പക്ഷേ വിജയി പ്രഖ്യാപിച്ച സമയത്ത് നബി തങ്ങൾ പറഞ്ഞ ഇപ്രാവശ്യത്തെ വിജയ് അബൂബക്കർ ആണെന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചൊരു ചോദ്യം നബിയോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ നബിയെ, ഞാൻ എൻ്റെ സ്വത്തിൻ്റെ പകുതിയും കൊണ്ടുവന്നിട്ടുണ്ട്, എന്തുകൊണ്ട് എന്നെ വിജയി പ്രഖ്യാപിച്ചില്ല എന്നുള്ളത്. അപ്പം നബി തങ്ങൾ പറയുന്നുണ്ട്, അബൂബക്കർ തൻ്റെ മുഴുവൻ സ്വത്തും കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതായത് അബൂബക്കർ തൻ്റെ കയ്യിൽ അന്ന് ഉണ്ടായിരുന്നത് ഒരു പുതപ്പ് മാത്രമായിരുന്നു എന്നുള്ളതാണ് സാരം. സോ നമ്മൾ കൊടുക്കുന്നത് എത്ര ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ, അത് സീക്രട്ടായിട്ട് അള്ളാഹിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ദാനം ചെയ്യുക. അതിനുള്ള പ്രതിഫലം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാവുന്നതിൻ്റെ അപ്പുറമാണ്. ഇൻഷാ അല്ലാഹ്.